നമസ്കാരം. ഉപരോധങ്ങൾ കൊണ്ട് റഷ്യയെ മുട്ടുകുത്തിക്കാമെന്ന് കരുതിയ അമേരിക്കയ്ക്ക് പദ്ധതികളൊക്കെ പാളിപ്പോകുന്ന കാഴ്ചയാണ് ഈ അടുത്ത കാലയളവിൽ നമ്മൾ കണ്ടത്. അതുകൊണ്ടൊക്കെ തന്നെ ബൈഡൻ തന്റെ ആ രോഷം വിടവാങ്ങൽ പ്രസംഗത്തിൽ പ്രകടിപ്പിക്കാൻ മറന്നിട്ടുമില്ല. അതെ, പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ ഉക്രൈൻ അധിനിവേശത്തിന്റെയും പശ്ചാത്തലത്തിൽ റഷ്യ, ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളെ ബൈഡൻ പ്രസംഗത്തിൽ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. അതേസമയം മറുവശത്താകട്ടെ ഉപരോധങ്ങളെ മറികടന്നുകൊണ്ട് ഉയരങ്ങൾ കീഴടക്കുന്ന റഷ്യയുടെ ചിത്രം ലോകത്ത് തന്നെ ഞെട്ടിക്കുകയുമാണ്. സംഭവം വിശദീകരിക്കാം. അമേരിക്കയെ മറികടക്കാൻ ചൈനയ്ക്ക് കഴിയില്ലെന്നും അമേരിക്ക ലോകത്തിലെ സൂപ്പർ പവറായി തന്നെ നിലനിൽക്കുമെന്നും വിടവാങ്ങൽ പ്രസംഗത്തിൽ ബൈഡൻ വാശിയോടെ പറയുന്നു. ഗാസയിൽ വെടിനിർത്തൽ നടപ്പിലാക്കാനും ബന്ദികളെ മോചിപ്പിക്കാനുമുള്ള ഇസ്രയേൽ ഹമാസ് കരാർ അന്തിമഘട്ടത്തിലാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം ട്രംപിനെ ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ബൈഡന്റെ അവസാന വിദേശ നയ പ്രസംഗം. 4 വർഷങ്ങൾക്ക് മുമ്പ് താൻ അമേരിക്കയിൽ പ്രസിഡന്റായി എത്തുമ്പോൾ തകർന്നുകൊണ്ടിരുന്ന അമേരിക്കയുടെ വിദേശ ബന്ധങ്ങൾ പുനർനിർമ്മിച്ചത് തന്റെ മാത്രം മിടുക്കാണെന്നാണ് ബൈഡൻ പറയുന്നത്. നിലവിൽ അമേരിക്കയും സഖ്യകക്ഷികളും ശക്തരാണ്, എന്നാൽ എതിരാളികളാകട്ടെ ദുർബലരുമാണ്. നാറ്റോ സഖ്യവും ശക്തമായ പിന്തുണ നൽകുന്നുണ്ടെന്നും അമേരിക്ക കൂടുതൽ ശക്തി ആർജിക്കുകയാണെന്നും ബൈഡൻ അടിവരയിട്ട് പറയുന്നു. കൂടാതെ കഴിഞ്ഞ 4 വർഷങ്ങളിൽ മാനവികത, സാങ്കേതിക വിദ്യ, സമ്പദ് വ്യവസ്ഥ തുടങ്ങി ലോകമെങ്ങും ഉണ്ടായ മാറ്റങ്ങൾക്കനുസൃതമായി അമേരിക്കയ്ക്ക് മുന്നിലും നിരവധി വെല്ലുവിളികൾ ഉയർന്നിരുന്നു. എന്നാൽ അമേരിക്ക അതിനെയെല്ലാം മറികടക്കുകയും എല്ലാ മേഖലകളിലും വിജയിക്കുകയും ചെയ്തു. ഇതെല്ലാം ബൈഡന്റെ വാക്കുകളാണ്. താൻ പ്രസിഡന്റായിരുന്ന കാലയളവിൽ അമേരിക്കയ്ക്ക് ആഭ്യന്തര തലത്തിലും ആഗോള തലത്തിലും കരുത്ത് കാട്ടാൻ സാധിച്ചുവെന്നും ബൈഡൻ വ്യക്തമാക്കുന്നു. അതുപോലെ തന്നെ റഷ്യയുടെ വരുമാനം ഇല്ലാതാക്കുന്നതിനായി 6 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ റഷ്യൻ എണ്ണയുടെ വില ബാരലിന് $60 കുറയ്ക്കാൻ യൂറോപ്യൻ കമ്മീഷനോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ട് വന്നിട്ടുമുണ്ട്. 2 വർഷം മുമ്പ് G7 അവതരിപ്പിച്ച ഉപരോധ നടപടി ലക്ഷ്യം കൈവരിക്കുന്നതിൽ പരാജയപ്പെട്ടുവെന്ന് റോയിറ്റേഴ്സ് പുറത്തുവിട്ട റിപ്പോർട്ടിലും പറയുന്നു. ഉക്രൈൻ സംഘർഷത്തിന്റെ പേരിൽ പാശ്ചാത്യ രാജ്യങ്ങൾ റഷ്യക്കെതിരെ ഉപരോധ നടപടികൾ ഏർപ്പെടുത്തി. റഷ്യയുടെ സമ്പദ് വ്യവസ്ഥ തകർക്കുക എന്ന ഉദ്ദേശത്തോടെ കടൽ വഴിയുള്ള എണ്ണയുടെ ഉപരോധത്തിനോടൊപ്പം തന്നെ അവർ ബാരലിന് $60 വില പരിധി കൊണ്ടുവരികയും ചെയ്തു. ഇതിനൊപ്പം തന്നെ റഷ്യൻ ക്രൂഡ് ആഗോള വിപണികളിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് തടയുകയും ചെയ്തിട്ടുണ്ട്. രാജ്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന സ്രോതസ് കുറയ്ക്കുന്നതിനാൽ റഷ്യൻ എണ്ണയുടെ കയറ്റുമതിയിൽ നിന്നുള്ള വരുമാനം ലക്ഷ്യമിടുന്ന നടപടികൾ നിർണായകമാണെന്ന് റോയിറ്റേഴ്സ് പറയുന്നു. സ്വീഡൻ, ഡെൻമാർക്ക്, ഫിൻലൻഡ്, ലാത്വിയ, ലിത്വാനിയ, എസ്റ്റോണിയ എന്നീ രാജ്യങ്ങളാണ് ഇപ്പോൾ വീണ്ടും റഷ്യക്കെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. നിലവിലെ G7 രാജ്യങ്ങൾ റഷ്യൻ ക്രൂഡിന് ബാരലിന് $60 പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും പ്രീമിയം 2 ക്രൂഡ് ഉൽപ്പന്നങ്ങൾക്കും ബാരലിന് $100 ഡിസ്കൗണ്ട് ക്രൂഡ് ഉൽപ്പന്നങ്ങൾക്ക് ബാരലിന് $45 നിശ്ചയിച്ചു. 2022 ഡിസംബറിൽ ക്രൂഡ് ഓയിലും ഉൽപ്പന്നങ്ങൾക്കും കൊണ്ടുവന്ന നിശ്ചിത തുക ഇന്നും തുടർന്നു വരികയാണ്. ഉക്രൈൻ സംഘർഷവുമായി ബന്ധപ്പെട്ട നടപടികൾ പാശ്ചാത്യ കമ്പനികളെ റഷ്യൻ ക്രൂഡ് കയറ്റുമതിക്കായി ഇൻഷുറൻസും മറ്റ് സേവനങ്ങളും നൽകുന്നതിൽ നിന്ന് വിലക്കുന്നുമുണ്ട്. അമേരിക്കയും സഖ്യകക്ഷികളും റഷ്യൻ കപ്പലുകൾക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ ഇൻഷുറൻസ് ലഭിക്കുന്നതിൽ നിന്ന് ഏർപ്പെടുത്തിയിട്ടുമുണ്ട്. ഇതിനെല്ലാം പുറമെ റഷ്യയുടെ ഷാഡോ ഫ്ലീറ്റ് എന്ന് വിളിക്കപ്പെടുന്ന ഗതാഗത കപ്പലുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് 15ാമത് ഉപരോധ പാക്കേജും യൂറോപ്യൻ യൂണിയൻ പാസാക്കി കഴിഞ്ഞു. എന്നാൽ ഈ ഉപരോധങ്ങളെ റഷ്യ മറികടക്കുകയും അതുപോലെ തന്നെ പാശ്ചാത്യ ഉപരോധങ്ങൾക്ക് മറുപടിയായിട്ട് ഏഷ്യയിലേക്ക്, പ്രത്യേകിച്ചും ഇന്ത്യ, ചൈന എന്നിവിടങ്ങളിലേക്കുള്ള ഊർജ്ജ കയറ്റുമതിയുടെ ഭൂരിഭാഗവും തിരിച്ചുവിടുകയും ചെയ്തു. ഇതോടെ റഷ്യ അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തി. എന്നാൽ റഷ്യയുടെ ഊർജ്ജ വരുമാനം വെട്ടിക്കുറച്ച് പാശ്ചാത്യ ശ്രമങ്ങൾക്ക് തിരിച്ചടിയാവുകയും ചെയ്തു. പുതിയ വാർത്തയും വിഷയവുമായി വീണ്ടും എത്തും വരെ നന്ദി.